നല്ലതുപോലെ ശ്രദ്ധിച്ചോ, എങ്കിൽ രക്ഷപ്പെടും. തഹജ്ജുദൊക്കെ പതിവാക്ക്. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ചത് ആചാര്യ ഏതാ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതാ ഉള്ളത്? ഇടയത്താഴം കഴിക്കാൻ എഴുന്നേക്കുന്നു, അതില്ല, കാരണം നോമ്പില്ലല്ലോ. ഫുഡ് വേണമെങ്കിൽ 2 ഓംലേറ്റ് പൊരിച്ചു തരുമെങ്കിൽ രാവിലെ എഴുന്നേക്കും, എല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും, അത്രയേ ഉള്ളൂ. അതില്ലാത്തതുകൊണ്ട് തഹജ്ജുദും ഇല്ല. ഉണ്ടോ? തഹജ്ജുദ് പതിവാക്കുന്നവർ എത്ര പേരുണ്ട്? പതിവാക്കുന്നവർ മുടക്കാതെ കയർത്തണ്ട. കയർത്തം പറഞ്ഞാൽ പിന്നെ ഉള്ളതും കൂടി പോകും. അള്ളാഹുമുള്ള സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. തഹജ്ജുദ് പോയി. പിന്നെന്താ ഉള്ളത്? തഹജ്ജുദിന്റെ സമയത്ത് ഇരുന്നിട്ട് ഒരു 100 ഇസ്തിഗ്ഫാറുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതില്ല, അത് നഷ്ടപ്പെട്ടു പോയി. സലാത്തുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയി. ഖുർആനോത്തുണ്ടോ? ഇന്ന ഖുർആനുൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷിപത്രമാണ്. എത്ര പേര് ഓതുന്നുണ്ട്? ഖുർആനോത്തില്ല. സുബഹി തന്നെ ഇല്ല, കടന്നുറക്കാണ്. 3 മണി വരെ ഓൺലൈനിലുണ്ട് ഹാജിയാര്, പിന്നെ ഒരൊറ്റ ഉറക്കം. 8 മണിക്ക് എഴുന്നേക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ റമദാനിൽ തുടങ്ങി വെച്ച എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുണ്ട് ഉസ്താദ്. എന്താ? സുബൈക്ക് ശേഷം ഞങ്ങളെല്ലാവരും ജമാഅത്തായിട്ട് ഉറങ്ങും. വാപ്പായും ഉമ്മായും മക്കളും കുടുംബമൊക്കെ റാഹത്തായിട്ട് നല്ല പുതപ്പെട്ട് കിടന്ന് ഉറങ്ങാണ്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് ഈ വർഷവും നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ആശയത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അള്ളാഹു മുളക്കാക്കട്ടെ. അതൊഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ഒഴിവാക്കി. വിത്തറില്ല, തറാവീഹ് പരിശുദ്ധമായ ഖുർആനോത്തില്ല, വിത്തറില്ല. 3 റക്അത്ത് വിത്തർ നിസ്കരിച്ചിരുന്ന റമദാനിൽ അത് ഒഴിവാക്കി. ദുഹാ നിസ്കാരം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. എല്ലാം ഒഴിവാക്കി കഴിഞ്ഞു. ഫർളുകൾക്ക് മുമ്പ് ശേഷമുള്ള റവാത്തിബൊക്കെ വളരെ ശ്രദ്ധിച്ച് നിസ്കരിച്ചിരുന്ന സഹോദരിമാരുണ്ട്, അത് ഒഴിവാക്കി. ഖുർആനോതിലുണ്ട്, അത് ഒഴിവാക്കി. എല്ലാ നന്മയും കളഞ്ഞു. ഈ രീതിയുമായിട്ട് റമദാനിലേക്ക് കടന്നാൽ രക്ഷപ്പെടൂല. നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. തഹജ്ജുദൊക്കെ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾ രാത്രിയിലുള്ള നമസ്കാരത്തെ ശ്രദ്ധിക്കണേ. ജനങ്ങൾ മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ നിർനിദ്രനായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള നിസ്കാരം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമേയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിചാരണയില്ലാതെ മഹ്ശറിൽ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമാണ് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നവർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്ന് ഉറങ്ങിയൊന്ന് എഴുന്നേക്കുക. വലിയ ഉറക്കമൊന്നും വേണമെന്നില്ല, ചെറിയ രീതിക്കുള്ള ഉറക്കായാലും മതി. ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേറ്റ് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാൻ സാധിച്ചാൽ ഭയങ്കര റാഹത്ത. ഒന്നും വേണ്ട. ഇപ്പൊ സുബൈ വൈകിട്ടാണ്. ഒരു 5 മണിക്ക് എഴുന്നേക്കുന്നവന് വരെ ഇപ്പൊ സുബൈ കിട്ടും, റാഹത്തായിട്ട് കിട്ടും, തഹജ്ജുദും കിട്ടും. 2 റക്അത്ത് നിസ്കരിക്കാൻ സുഖമായി പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊന്ന് ശ്രദ്ധിച്ചു പോ. 2 റക്അത്ത് നിസ്കരിക്ക്. നിന്റെ ജീവിതത്തിന് എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ ഖൈറ് ബറക്കാത്തുകളും കിട്ടും. ജോലിയില്ല ഉസ്താദേ, ബിസിനസ് ഇല്ല, റാഹത്തില്ല, നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല ഉയർന്നതാകുന്ന വിദ്യാഭ്യാസമുണ്ട്, ആ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ജോലിയില്ല എന്നൊക്കെ പറയുന്നവരെ 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കി നോക്കിയാൽ ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹു എത്തിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പറഞ്ഞതല്ലേ, ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുസ്ലിമത്തുണ്ടോ, സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന് അവർ അർഹരാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കൃത്യമായി നമസ്കരിച്ചിരുന്നവരല്ലേ. ഒരൊറ്റ രാത്രി പോലും നബി തങ്ങൾക്ക് തഹജ്ജുദ് മുടങ്ങിയിരുന്നില്ല. മരണം വരെ റസൂലുള്ളാഹി പതിവാക്കിയിരുന്ന അമലാണ് രാത്രിയുള്ള നമസ്കാരമെന്ന് അറിയണേ. ആഖിറത്തിൽ നബി തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനം ചെറുതല്ല, ചെറുതല്ല. ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര, ചുള്ളിമാനൂരുള്ള സഹോദര സഹോദരി, നിന്റെ ജീവിത വിജയത്തിന് നിദാനമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സ്തുതിക്കപ്പെടുന്ന സ്ഥാനം വേണോ, രാത്രിയുള്ള നമസ്കാരത്തെ ഗൗനിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ونفخ في الصور فإذا هم من الأجداث إلى ربهم يصلون. قال
يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ, സൂറന്ന കാഹളത്തിലൂടെ ഒട്ടട്ടഹാസം കടന്നു വരുമ്പോ, ഖബർ പിളർന്നുകൊണ്ട് ആളുകൾ പരസ്പരം ചോദിക്കുകയാണ്, ഈ നല്ല ഉറക്കിൽ നിന്ന് ഞങ്ങൾ ആരാണ് വിളിച്ചുണർത്തിയത്? നല്ല ഗാഢനിദ്രയിലായിരുന്നല്ലോ, ഞങ്ങളെ വിളിച്ചുണർത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുകയാണ്, ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ അമ്പിയാക്കളും ലോകത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം നടത്തുന്ന സമയത്ത് അവരെല്ലാവരും വിളിച്ചോതിയ ദിനമാണ് ഈ പരിശുദ്ധമായ സുദിനം. ഇത് മഹ്ശറയാണ്, മഹ്ശറയാണ്. നന്മ തിന്മകൾ ദുനിയാവിൽ ചെയ്തവരെ അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ദിവസമാണ്. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ പടച്ചിറപ്പിന്റെ തിരുസവിധത്തിലേക്ക് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണിത്. അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ദിനമാണ്, ദിനമാണ്. ജനങ്ങൾ മുഴുവനും പടച്ചിറപ്പിലേക്ക് ഓടിക്കൂടുകയാണ്. അമ്പിയാക്കൾ വരുകയാണ്. എല്ലാ അമ്പിയാക്കളും അതത് സമുദായത്തെയും വഹിച്ചുകൊണ്ട് അള്ളാന്റെ തിരുഹളിറത്തിലേക്ക് എത്തുകയാണ്. 1,24,000 അമ്പിയാ മുർസലീങ്ങൾ ഇതാ പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് എത്തുകയാണ്. സർവ്വ മലായിക്കത്തുകളും കടന്നു വരുകയാണ്. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫാ لا يتكلمون إلا من أذن له الرحمن وقال صوابا. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിന്റെ തിരുഹളിറത്തിലേക്ക് എല്ലാവരും കടന്നു വരുകയാണ്. ലോകത്തുള്ള സർവ്വ മലായിക്കത്തുകളും റബ്ബിന്റെ മുന്നിൽ വന്നുകൊണ്ട് സഫ് സഫായി അണിനിരക്കുന്ന ദിനമത്രേ. ഈ ലോകത്തുള്ളതാകുന്ന വിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും യുക്തിവാദികളും ലിബറലിസത്തിന്റെ വക്താക്കളും കഴിഞ്ഞുപോയ ജനതയും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരും അള്ളാന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, നബിയേ തറാ കുല്ല ഉമ്മത്തിൻ ജാഫിയാ, മുട്ടിൽ കെട്ടി വിറങ്ങലിച്ചുകൊണ്ടാണ് തങ്ങൾ കാണാൻ സാധിക്കും. എല്ലാവരും അള്ളാന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് ഇതാ വിളിയാളം കേൾക്കുകയാണ്. മലക്ക് മുഖേന അള്ളാഹു വിളിക്കുകയാണ്, അയ്നല്ലദീന കാനൂ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദൂന റബ്ബഹും ഖൗഫൻ വതമഅ. അള്ളാഹുവിന്റെ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ടും റബ്ബ് ശിക്ഷ നൽകുമെന്നുള്ള ഭയത്തോടുകൂടിയും രാത്രിയിലുള്ളതാകെ നമസ്കാരത്തെ ഗൗനിച്ചുകൊണ്ട് ലോകം മുഴുവനും ഉറങ്ങുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിസ്കരിച്ചതായ മുസ്ലിമുണ്ടോ? ചുള്ളിമാനൂരുള്ള ഉമ്മയുണ്ടോ? വാപ്പയുണ്ടോ? ചെറുപ്പക്കാരനുണ്ടോ? തഹജ്ജുദ് പതിവാക്കിയവരെ കടന്നു വരുക. കോടാനു കോടി ജനങ്ങൾ മഹ്ശറിൽ ഒരുമിച്ച് നിൽക്കുന്നതായ ഘട്ടത്തിൽ ചില കൈകൾ ഇതാ ഉയരുകയാണ്.
അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്കിടയിൽ അവരെ ഒന്ന് മാറ്റി നിർത്താൻ പറയുകയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യേകം അവരെ സെപ്പറേറ്റ് ആയി അള്ളാഹു വേർതിരിച്ചു നിർത്തുമേ. എന്നിട്ട് അള്ളാഹു മലക്കുകൾ മുഖേന അവരോട് പറയുകയാ, ഉദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്. ഈ മഹ്ശറയിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളിൽ നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഈ വലിയതാകുന്ന മഹ്ശറയുടെ പ്രയാസത്തിൽ നിന്ന് നിങ്ങൾ നിൽക്കേണ്ടതില്ല കേട്ടോ. ഉദ്ഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ പടച്ചറപ്പിന്റെ മഹ്ശറയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ഹിസാബിൽ നിൽക്കുമ്പോ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്ന വിഭാഗമാണ് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ചുള്ളിമാനൂരുള്ള എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും സ്നേഹത്തോടുകൂടി കുമ്മന മുസാദിർ ഉറപ്പെടുത്താനുള്ളത്, നമസ്കാര ചിട്ടവെക്കണേ, പ്രത്യേകിച്ച് ഫർളുകൾ ശ്രദ്ധിക്കണേ. അതിന്റെ റവാത്തിബ് സുന്നത്തുകളാകുന്നതായ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകളെ ഗൗനിക്കണേ. രാത്രിയിലുള്ള തഹജ്ജുദ് ഒന്ന് ശ്രദ്ധിക്കണേ. സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം.